വെൽക്കം ബാക്ക് എവരി വൺ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ജനറേറ്റീവ് AI എന്നീ മേഖലകളിൽ ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെക്റ്റർ ഡേറ്റാബേസ്. സോ എന്താണ് വെക്റ്റർ ഡേറ്റാബേസ്? ട്രഡീഷണൽ ഡേറ്റാബേസും വെക്റ്റർ ഡേറ്റാബേസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എന്തൊക്കെയാണ് വെക്റ്റർ ഡേറ്റാബേസിൻ്റെ യൂസ് കേസസ്? ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഡേറ്റാബേസ്? ഡേറ്റ അഥവാ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിനും റിട്രീവ് ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡേറ്റാബേസ്. ഇതിനുവേണ്ടി പലതരത്തിലുള്ള ഡേറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വളരെ കോമൺലി യൂസ് ചെയ്യുന്ന ചില ഡേറ്റാബേസസ് ആണ് MySQL, Postgres, MongoDB, Redis എന്നിവ. ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് ഒരു റിലേഷണൽ ഡേറ്റാബേസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, പ്രൊഡക്ട്സ്, കസ്റ്റമേഴ്സ്, ഓർഡേഴ്സ് എന്നിങ്ങനെ ഡിഫറൻറ്റ് ടേബിൾസ് യൂസ് ചെയ്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനും റിട്രീവ് ചെയ്യുന്നതിനും സാധിക്കും. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിന് റിലേഷണൽ ഡേറ്റാബേസ് യൂസ് ചെയ്ത് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇങ്ങനെയുള്ള റിലേഷണൽ ഡേറ്റാബേസ് ഒരിക്കലും AI റിലേറ്റഡ് ടാസ്കുകൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ടാസ്കുകൾക്ക് റിലേഷണൽ ഡേറ്റാബേസ് ഇൻഎഫിഷ്യൻ്റ് ആണ്. സോ ഇവിടെയാണ് വെക്റ്റർ ഡേറ്റാബേസിന് ഒരു പ്രസക്തി വരുന്നത്. സോ എന്താണ് വെക്റ്റർ ഡേറ്റാബേസ്? ഇൻ ഡെഫിനിഷൻ, എ വെക്റ്റർ ഡേറ്റാബേസ് ഈസ് എ ടൈപ്പ് ഓഫ് ഡേറ്റാബേസ് ഡിസൈൻഡ് ടു സ്റ്റോർ, മാനേജ് ആൻഡ് സെർച്ച് ഡേറ്റ റെപ്രസെൻറ്റഡ് ആസ് വെക്റ്റേഴ്സ്. വെക്റ്റർ ഫോർമാറ്റിലുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും സെർച്ച് ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റാബേസ് ആണ് വെക്റ്റർ ഡേറ്റാബേസ്. മെയിൻലി അൺസ്ട്രക്ചേർഡ് ഡേറ്റയാണ് വെക്റ്റർ ഡേറ്റാബേസ് യൂസ് ചെയ്ത് സേവ് ചെയ്യുന്നത്. അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത് ഡേറ്റ ലൈക്ക് ഇമേജസ്, വീഡിയോ, ഓഡിയോ, PDFs എക്സെട്ര. ഇങ്ങനെയുള്ള ഡേറ്റ സേവ് ചെയ്യാൻ വെക്റ്റർ ഡേറ്റാബേസ് വളരെ എഫിഷ്യൻ്റ് ആണ്. റിലേഷണൽ ഡേറ്റാബേസ് യൂസ് ചെയ്ത് ഇവയെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. അക്കോർഡിംഗ് ടു ഗാർണേഴ്സ് റിപ്പോർട്ട്, 80% of data that is currently available is unstructured data. This include data from social medias and other platforms. സോ ഇങ്ങനെയുള്ള ഡേറ്റ റിലേഷണൽ ഡേറ്റാബേസ് യൂസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. അതിനുവേണ്ടി വെക്റ്റർ ഡേറ്റാബേസ് യൂസ് ചെയ്യേണ്ടി വരും. സോ എങ്ങനെയാണ് വെക്റ്റർ ഡേറ്റാബേസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്? ആൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ വെക്റ്റേഴ്സ് ആയിട്ടാണ് ഡേറ്റ സേവ് ചെയ്യുന്നത്. സോ എന്താണ് വെക്റ്റർ? വെക്റ്റർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ആണ്. അതായത് ഓരോ ഡേറ്റയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലിസ്റ്റ് ഓർ അറേ ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. ഇവിടെ ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ ഓരോ സെൻറ്റൻസ് അല്ലെങ്കിൽ വേർഡിനും കറസ്പോണ്ടിങ് ആയ ഒരു വെക്റ്റർ ഉണ്ടായിരിക്കും. അതുപോലെ ഇമേജ്, ഓഡിയോ, ടെക്സ്റ്റ് എന്നിവയ്ക്കും കറസ്പോണ്ടിങ് വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഈ ഡേറ്റ വെക്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? അതിനുവേണ്ടി വെക്റ്റർ എംബഡിങ്സ് യൂസ് ചെയ്യാറുണ്ട്. വെക്റ്റർ എംബഡിങ് അൽഗോരിതം അല്ലെങ്കിൽ എംബഡിങ് മോഡൽസ് യൂസ് ചെയ്ത് ഡേറ്റയെ വെക്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓരോ ടൈപ്പ് ഡേറ്റയും കൺവേർട്ട് ചെയ്യാൻ ഡിഫറൻറ്റ് മോഡൽസ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ എന്നിവയ്ക്ക് വേണ്ടി ഡിഫറൻറ്റ് മോഡൽസ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളിന് വേണ്ടി ഇവിടെ 2 സെൻറ്റൻസ് എടുക്കാം. ഹലോ വേൾഡ്, ഹലോ ജെയിൻ. ഇവയെ വെക്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ വേൾഡ് എന്ന വേർഡും സെക്കൻഡ് സെൻറ്റൻസിൽ ജെയിൻ എന്ന വേർഡുമാണ് ഡിഫറൻസ് വരുന്നത്. ഈ 2 സെൻറ്റൻസിനെയും വെക്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് വെക്റ്ററിലും ഉണ്ടാകും. കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു 2D വെക്റ്റർ എടുക്കാം. ഇവിടെ 3 ഫ്രൂട്ട്സ്, 3 അനിമൽസ്, 3 ഫ്ലവേഴ്സ് എന്നിവ വെക്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആപ്പിൾ, ഓറഞ്ച്, മാംഗോ ഇവ 2 ഡയമെൻഷണൽ സ്പേസിൽ സിമിലർ ഗ്രൂപ്പിലായിരിക്കും വരുന്നത് ബിക്കോസ് ഓഫ് ദിയർ സിമിലർ ക്യാരക്ടർ. അതുപോലെ അനിമൽസ് സെയിം ഏരിയയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫ്ലവേഴ്സും സിമിലർ ഗ്രൂപ്പിലായിരിക്കും അവയും വരുന്നത്. ഇവിടെ വെക്റ്റർ ഡിസ്റ്റൻസ് 2D സ്പേസിൽ വളരെ ഈസിയായി കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ മൾട്ടി ഡയമെൻഷണൽ സ്പേസിൽ വെക്റ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുവാൻ കൊസൈൻ ഫംഗ്ഷൻസ് പോലെയുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ വെക്റ്റർ ഡിസ്റ്റൻസ് യൂസ് ചെയ്താണ് സിമിലർ വാല്യൂസിനെ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ വെക്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത ഡേറ്റയെ സേവ് ചെയ്യുന്നതിനാണ് വെക്റ്റർ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നത്. വെക്റ്റർ ഇൻഡെക്സിംഗ് എന്ന മെത്തേഡിലൂടെ സിമിലർ വെക്റ്റേഴ്സിനെ ഓർഗനൈസ് ചെയ്യുവാൻ സാധിക്കും. പോപ്പുലറായ ചില വെക്റ്റർ ഡേറ്റാബേസസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പൈൻകോൺ, ക്രോമ, മിൽവസ്, ഗൂഗിളിൻ്റെ സ്കാൻ, ഫേസ്ബുക്കിൻ്റെ ഫൈസ് എന്നിവ ചില പോപ്പുലർ വെക്റ്റർ ഡേറ്റാബേസസ് ആണ്. വെക്റ്റർ ഡേറ്റാബേസിൻ്റെ യൂസ് കേസസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ലോങ് ടൈം മെമ്മറി ഫോർ LLM. ലാർജ് ലാംഗ്വേജ് മോഡൽസിൻ്റെ ഒരു വലിയ ലിമിറ്റേഷനാണ് നോളജ് കട്ട് ഓഫ്. മീനിങ് മോഡലിനെ ട്രെയിൻ ചെയ്യിച്ച ഡേറ്റയെക്കുറിച്ച് മാത്രമേ അവയ്ക്ക് നോളജ് ഉണ്ടായിരിക്കുകയുള്ളൂ. ലേറ്റസ്റ്റ് ഇൻഫർമേഷനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കുകയില്ല. ഈ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വെക്റ്റർ ഡേറ്റാബേസ് യൂസ് ചെയ്യാം. RAG അഥവാ റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ യൂസ് ചെയ്ത് അവയിൽ വെക്റ്റർ ഡേറ്റാബേസ് യൂസ് ചെയ്ത് ഈ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ LLMൻ്റെ ഹലൂസിനേഷൻ പ്രോബ്ലംസ് ഒഴിവാക്കാൻ സാധിക്കും. അടുത്തൊരു യൂസ് കേസാണ് സെമാൻറ്റിക് സെർച്ച്. നോർമൽ സെർച്ചിങ്ങിൽ കീവേഡ്സ് ഓർ എക്സാക്റ്റ് മാച്ചസ് യൂസ് ചെയ്താണ് സെർച്ചിങ് വർക്കാകുന്നത്. എന്നാൽ
സെമാൻറ്റിക് സെർച്ചിൽ കോണ്ടെക്സ്റ്റ് അഥവാ സെർച്ച് ചെയ്യുന്ന വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കി അതിന് ബേസ് ചെയ്തായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. ഗൂഗിൾ സെർച്ച് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അൺസ്ട്രക്ചേർഡ് ഡേറ്റാസ് ആയ ഇമേജ്, ഓഡിയോ, വീഡിയോ എന്നിവ ഇതുപോലെ സെർച്ച് ചെയ്യാവുന്നതാണ്. ഈ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് വെക്റ്റർ ഡേറ്റാബേസിലായിരിക്കും. മറ്റൊരു യൂസ് കേസാണ് പേഴ്സണൽ റെക്കമെൻഡേഷൻ. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോംസിൽ യൂസർ റെക്കമെൻഡേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൾറെഡി വാച്ച് ചെയ്ത വീഡിയോസ് അല്ലെങ്കിൽ കണ്ടൻറ്റ് ഇവയെ ബേസ് ചെയ്തുള്ള കണ്ടൻറ്റ് റെക്കമെൻഡേഷൻ കാണിക്കാറുണ്ട്. ഇതുപോലെയുള്ള റെക്കമെൻഡേഷൻ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുവാൻ വെക്റ്റർ ഡേറ്റാബേസ് യൂസ് ചെയ്യാറുണ്ട്. ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് അനോമലി ഡിറ്റക്ഷൻ. ഹിസ്റ്റോറിക്കൽ ഡേറ്റ യൂസ് ചെയ്ത് അവയെ അനലൈസ് ചെയ്യുകയും അവയിലെ പാറ്റേൺസ് ഓർ അനോമലീസ് മനസ്സിലാക്കി പുതിയൊരു ഡേറ്റ വരുമ്പോൾ അത് ഫ്രോഡാണോ അല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ബാങ്കിങ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ഏരിയയിൽ ഇവിടെ ഫ്രോഡ് ഡിറ്റക്ഷൻ നടത്തുവാൻ വെക്റ്റർ ഡേറ്റാബേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇമേജ് ആൻഡ് വീഡിയോ സെർച്ചസ്. സിമിലർ വീഡിയോസ് ആൻഡ് ഇമേജസ് സെർച്ച് ചെയ്യുന്നതിന് വെക്റ്റർ ഡേറ്റാബേസ് യൂസ് ചെയ്യാവുന്നതാണ് ബേസ്ഡ് ഓൺ വിഷ്വൽ കണ്ടന്റ്. ഫോർ എക്സാമ്പിൾ, സെർച്ചസ് ഇൻ സോഷ്യൽ മീഡിയ ആൻഡ് ഇ-കൊമേഴ്സ്. ട്രഡീഷണൽ ഡേറ്റാബേസും വെക്റ്റർ ഡേറ്റാബേസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ട്രഡീഷണൽ ഡേറ്റാബേസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനും ക്വറി ചെയ്യുന്നതിനും ആണ് യൂസ് ചെയ്യുന്നത്. ടേബിൾസിലായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. വെക്റ്റർ ഡേറ്റാബേസിൽ ഹൈ ഡൈമെൻഷണൽ വെക്റ്റേഴ്സ് ആയിട്ടാണ് ഡേറ്റ സേവ് ചെയ്യുന്നതും ക്വറി ചെയ്യുന്നതും. ട്രഡീഷണൽ ഡേറ്റാബേസിൽ SQL ക്വറി യൂസ് ചെയ്താണ് ഡേറ്റ റിട്രീവ് ചെയ്യുന്നത്. വെക്റ്റർ ഡേറ്റാബേസിൽ ANN അഥവാ അപ്രോക്സിമേറ്റ് നിയറസ്റ്റ് നൈബേഴ്സ് അൽഗോരിതം യൂസ് ചെയ്താണ് ഡേറ്റ റിട്രീവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെക്റ്റർ ഡിസ്റ്റൻസ് ബേസ് ചെയ്തുള്ള കണ്ടന്റ് ആയിരിക്കും റിട്രീവ് ചെയ്യുന്നത്. ട്രഡീഷണൽ ഡേറ്റാബേസ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ സിസ്റ്റംസ്, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്, CRM എന്നിവയ്ക്ക് വേണ്ടിയാണ്. വെക്റ്റർ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നത് റെക്കമെൻഡേഷൻ സിസ്റ്റം, സെമാൻറ്റിക് സെർച്ച് ആൻഡ് മൾട്ടി മോഡൽ AI എന്നിവയ്ക്ക് വേണ്ടിയാണ്. സോ ഇതൊക്കെയാണ് ട്രഡീഷണൽ ഡേറ്റാബേസും വെക്റ്റർ ഡേറ്റാബേസും തമ്മിലുള്ള ചില ബേസിക് ഡിഫറൻസ്. AI മോഡൽസിൻ്റെ ഗ്രോത്ത് വളരെയധികം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെക്റ്റർ ഡേറ്റാബേസിനും വളരെയധികം പ്രാധാന്യമുണ്ട്. That's all about today's video. Video helpful ആണെങ്കിൽ please consider to support the channel. Thank you for watching and see you in the next video.